അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയും അകത്താക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെ നീക്കം ചെറുതായിട്ടൊന്ന് പാളി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു അണുബോംബ് എന്ന രീതിയിൽ ആറ്റം ബോംബ് ഇറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിയ രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ പാളി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം പോലുമില്ല ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വിവരം പോലും അല്ല ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധിക്ക് 8ന്റെ അല്ല 18ന്റെ പണി തിരിച്ചു കൊടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ, ജനങ്ങളെ വിഡ്ഢികളാക്കിയാൽ മാത്രം പോരാ, തെളിവുകൾ സഹിതം ഹാജരാക്കി അത് സമർത്ഥിക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. പോളിംഗ് ഓഫീസർ നൽകിയ രേഖ അനുസരിച്ച് ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 2 ബൂത്തുകളിൽ വോട്ട് ചെയ്തെന്ന് പറയുന്ന ശകുൻ റാണി എന്ന സ്ത്രീയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ 2 തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് കൃത്യമായ തെളിവ് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മാത്രമേ അത് വിശ്വസനീയമാവുകയുള്ളൂ. അതല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാകില്ല എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി കാണിച്ച ടിക്ക് അടയാളപ്പെടുത്തിയ രേഖ പോളിംഗ് ഓഫീസർ കൊടുത്ത രേഖയല്ല എന്നാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത് കെട്ടിച്ചമച്ച ആരോപണമായി മാത്രമായി ഇത് മാറും. നേരത്തെ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യം ശരിയല്ല എങ്കിൽ ഇനി ഒരുപക്ഷെ ശരിയല്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടി അടക്കം രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിന് പിറകെയാണ് നോട്ടീസ് കൊടുത്ത ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ അനുകൂലമാക്കി എടുക്കാൻ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ഒരു വോട്ട് ചോറി നടത്തി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇതിന് പിറകെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു വെബ്സൈറ്റ് അടക്കം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച പ്രസന്റേഷൻ അടക്കം ഡൗൺലോഡ് ചെയ്ത് ജനങ്ങൾക്ക് കാണുവാനും സാധിക്കും. ഇതിന് പുറകെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വടിയെടുത്തിരിക്കുന്നത്. രാഹുൽ കാണിച്ചിരിക്കുന്ന രേഖകൾ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതേ അല്ല എന്നാണ് പറയുന്നത്. വോട്ട് ചോരി, അതായത് ഈ വോട്ട് കൊള്ള എന്ന വെബ്സൈറ്റിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം എന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ സ്ഥാപനം തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ അട്ടിമറിക്കുന്നു എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താൻ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം. നാളെ ഉച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് അടക്കം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. MPമാരെയൊക്കെ കൂടെ കൂട്ടി ശക്തമായി തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് വലിയൊരു അട്ടിമറി BJP നടത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അതിൽ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷം കള്ള വോട്ട് ചേർത്തെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അവിടുത്തെ അത് സാധൂകരിക്കാൻ വേണ്ടിയുള്ള ചില തെളിവുകളും രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് മോഷണം നടന്നെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. മഹാരാഷ്ട്രയിൽ 40 ലക്ഷത്തോളം ദുരൂഹ വോട്ടർമാർ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പൊടുന്നനെ വന്നത്? ഇതിന് മുമ്പില്ലാത്ത വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്? ഇതിന് പിന്നിൽ നടന്ന മാജിക് എന്താണ്? ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്.
പലയിടത്തും 5 മണിക്ക് ശേഷം വലിയ തോതിൽ പോളിംഗ് കുതിച്ചുയരുന്ന ഒരു സാഹചര്യം കാണാൻ ഇടയായിരുന്നു. അതുതന്നെയാണ് തങ്ങൾക്ക് സംശയമുണ്ടാക്കിയത്. കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി പിന്നാലെ ഉയർത്തിയത്. ഹരിയാനയിലും അട്ടിമറി ഉണ്ടായെന്ന രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. അതിന് പുറകെയാണ് ക്രമക്കേടിനെക്കുറിച്ച് പ്രതിജ്ഞാപത്രത്തിൽ എഴുതി കൊടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യവാങ്മൂലം നൽകണമെന്നാണ് ശക്തമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനുവേണ്ടി കമ്മീഷൻ പറയുന്ന ചട്ടവും വെല്ലുവിളിയുമായി ഒത്തുപോകുമോ എന്നൊരു സംശയവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. വോട്ടർമാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ചട്ടങ്ങളിൽ 20-ാം വകുപ്പ് അനുസരിച്ച് സത്യപ്രസ്താവന നടത്തണമെന്നാണ് കമ്മീഷൻ കർണാടക ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിലൂടെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പേര് ചേർത്തുള്ള പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചു. വോട്ടർമാരുടെ രജിസ്ട്രേഷൻ്റെ 1960-ലെ ചട്ടം പ്രധാനമായും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കലും അത് സംബന്ധിച്ച് പരാതി തീർപ്പാക്കലും സംബന്ധിച്ചാണ് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയെക്കുറിച്ചുള്ള അവകാശങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ കൃത്യമായി തന്നെ അവകാശമുണ്ട്. അത് അന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് 20-ാം വകുപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ, ഒരു അപേക്ഷ കിട്ടിയാൽ നടപടി എടുക്കേണ്ടത് മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള രജിസ്ട്രേഷൻ ഓഫീസറാണ്. അത് മനസ്സിലാക്കി അതിൽ അപാകത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് മണ്ഡലത്തിൻ്റെ ഓഫീസർ, രജിസ്ട്രേഷൻ ഓഫീസറാണ്. അങ്ങനെയെങ്കിൽ ഈ സത്യവാങ്മൂലത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം മറുഭാഗത്ത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ അത് പ്രസിദ്ധീകരിച്ച 30 ദിവസത്തിനുള്ളിലാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആക്ഷേപം എന്ന് പറയുന്നത് 30 ദിവസമല്ല, മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം കഴിഞ്ഞ ജനുവരി 1-ാം തീയതി അടിസ്ഥാനമാക്കി പട്ടിക പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ശരിയായി വരണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പട്ടികയെക്കുറിച്ചുള്ള ആരോപണത്തിന് കരട് പട്ടിക സംബന്ധിച്ച വ്യവസ്ഥ എങ്ങനെ ബാധകമാകും? അതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്ന വലിയൊരു ചോദ്യം. അപേക്ഷ തീർപ്പാക്കാനായി അപേക്ഷകനെ നേരിട്ട് കേൾക്കേണ്ടതുണ്ടോ? സത്യവാങ് പ്രസ്താവനയുടെ ആവശ്യം നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ വിവേചന അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് 20-ാം വകുപ്പിൽ തന്നെ കാര്യമാണിതെന്ന് 20-ാം വകുപ്പിൽ തന്നെ വ്യക്തമായി പരാമർശിക്കുന്ന കൂടിയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സത്യവാങ്മൂലത്തിൻ്റെയോ ഒരു പരാതിയുടെയോ ആവശ്യമില്ലാതെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിക്കൂടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തുന്നതിനിടയിൽ തന്നെ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ നൽകേണ്ട സത്യപ്രസ്താവനയുടെ മാതൃക പേര് സഹിതമാണ് പരസ്യപ്പെടുത്തിയത്. കൊടുക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുന്നത്, അതിൻ്റെ ശിക്ഷാ വകുപ്പുകൾ എന്തൊക്കെ എന്നുള്ളതടക്കം അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് അസംബന്ധമാണെങ്കിലും ധൈര്യമായി മുന്നോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പരിണത ഫലങ്ങൾ അടക്കം മനസ്സിലാക്കി തന്നെ വരിക. അതല്ലാന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം അത് സമർത്ഥിക്കുക. ഇതാണ് ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്ന ആരോപണത്തിന് രാഹുൽ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച വോട്ടർ പട്ടികയാണ്. അല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിട്ടില്ല. ലോക്സഭാ മണ്ഡലത്തിൻ്റെ മാതൃക കൃത്യമായി കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റപ്പെട്ട പ്രശ്നമെന്ന രീതിയിൽ ഒതുക്കി തീർക്കാനും ഇതിനെ സാധിക്കില്ല. കർണാടകയിലെയോ ഒരു മണ്ഡലത്തിൻ്റെയോ മാത്രം വിഷയമല്ല. മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ദുരൂഹമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ എത്തപ്പെട്ടു. അതുപോലെ തന്നെ ക്രമാതീതമായിട്ട് തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ ഉയരുന്നു എന്നിങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിസ്സാരമല്ല. പരിശോധിക്കാമെന്ന് പോലും പറയാതെയാണ് അതിനുശേഷം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തുന്നത്. അതിനുള്ള ചട്ടവും ശിക്ഷയുമാണ് സംസ്ഥാനങ്ങളിലെ ഓഫീസർമാരിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും അതൊരു വെല്ലുവിളിയായി തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഏറ്റെടുക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനെ ഉപയോഗിച്ച സോഫ്റ്റ്വെയറിൻ്റെ കുഴപ്പമോ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ബോധപൂർവം നടത്തിയ ചില പിഴവുകളോ ആയിരിക്കാമെന്നുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംശയം പോലും കമ്മീഷൻ ഇവിടെ പങ്കുവയ്ക്കുന്നുമില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത അടക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. സത്യപ്രസ്താവന നടത്തിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി അസംബന്ധമായ ആരോപണങ്ങൾ ഉയർത്തുന്നു എന്ന് തന്നെയായിരിക്കും വിശ്വസിക്കേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു ഇമേജ് ടാർണിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ മാത്രമല്ല, ഈ മഹാദേവപുരത്ത് ഇദ്ദേഹം നടത്തിയ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ പറയുന്ന 1,00,000 ചില്ലുവാനം വോട്ടിൻ്റെ കള്ളവോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഇവരെല്ലാം BJPക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തെളിയിക്കാനാകുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ചില മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുഴുവൻ അതായത് 500 ചില്ലുവാനം ഇന്ത്യയിലെ മണ്ഡലങ്ങളിലും ഇതാണ് നടന്നതെന്ന് ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച ഈ 6 മാസത്തെ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി സമർപ്പിച്ച ഈ ഒരു റിപ്പോർട്ട്, ഇത് അവിടുത്തെ കോൺഗ്രസ് മണ്ഡലത്തിൽ, അവിടുത്തെ കർണാടകയിലെ കോൺഗ്രസ് ബൂത്ത് തല പ്രവർത്തകർക്ക് തന്നെ ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യവുമാണ്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി അമേഠിയിലും എന്താണ് നടന്നതെന്നുള്ളത് അവിടെ ഇതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ രാഹുൽ ഗാന്ധി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന് ഇതിന് ഒരു ശുദ്ധമായ കൈകളുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നേർക്ക് BJPക്കും ഇലക്ഷൻ കമ്മീഷനും നേർക്ക് രാഹുലിന് കൈ ചൂണ്ടാനുള്ള ഒരു അവസരം ഇതിൽ ലഭ്യമാവുകയുള്ളൂ.